എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഹൃദയ നിർഭരം ധ്യാനത്തിന്റെ 43ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷന്റെ ഒരു സീരീസ് ആണ് ഹൃദയ നിർഭരം ധ്യാനത്തിന്റെ എപ്പിസോഡ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും വളരെ പരിചിതമായ നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിന്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ. നമസ്തേ ഡോക്ടർ രാജ്യ. നമസ്തേ അങ്കിൾ. ഇന്നത്തെ ചോദ്യത്തിലേക്കും ഇന്നത്തെ സെഷനിലേക്കും കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു സെന്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷന്റെ ലിസണിങ്ങിനെ കുറിച്ച് ആണ് അങ്കിൾ സംസാരിക്കേണ്ടായത്, ഷെയർ ചെയ്യേണ്ടായത്. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡിലും എങ്ങനെയാണ് മെഡിറ്റേഷന്റെ ഒരു അവസ്ഥ, ധ്യാനാവസ്ഥ, AEIOU, അതിലൂടെ നമ്മുടെ ധ്യാനാവസ്ഥ കമ്മ്യൂണിക്കേഷനിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഹൃദയം തൊട്ട് ഉള്ള ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായി. അപ്പോൾ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ലിസണിങ്ങിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ എന്താണ് ഡീപ്പ് ലിസണിങ് എന്നുള്ളതാണ് ഒരു ചോദ്യങ്ങൾ ഇന്നത്തത്. അതുപോലെ തന്നെ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ വേറൊരു സംഭവം പറയുന്നത് വെച്ചാൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. എന്താണ് ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്? അതുപോലെ എങ്ങനെ നമുക്ക് അതിനെ ഒരു സംഭാഷണത്തിൽ, ഒരു കോൺവെർസേഷൻ സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഓക്കെ. വെൽ, കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഹൃദയംഗമമായ ആശയവിനിമയത്തിന്റെ വ്യത്യസ്തമായ തത്വങ്ങൾ, ഈ ഹാർട്ട്ഫുൾനെസിന്റെ ഗുരുപരമ്പരയുടെ ചിന്താധാരയിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതില് ആഴത്തിലുള്ള ധ്യാനം, AEIOU എന്ന സ്റ്റെപ്പുകളിലൂടെ ധ്യാനാവസ്ഥ നിലനിർത്തുക, ഇതാണ് ഹൃദയംഗമമായ ആശയവിനിമയത്തിന്റെ അടിസ്ഥാന യോഗ്യത. പിന്നീട് നമ്മൾ നമ്മുടെ ആന്തരിക നിലയും നമ്മുടെ ഉദ്ദേശങ്ങളും
ബാഹ്യമായി നമ്മുടെ ആശയവിനിമയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിച്ചു. പിന്നീട് നമ്മൾ അതിൻ്റെ റിവേഴ്സ് ആലോചിച്ചു. അതായത് ബാഹ്യമായി നമ്മുടെ പെരുമാറ്റ രീതിയും അതുപോലെ ജീവിത രീതിയും ആശയവിനിമയവും നമ്മുടെ ആന്തരിക നിലയെ എങ്ങനെ ബാധിക്കും. അതാണ് പിന്നീട് നമ്മൾ പരിശോധിച്ചത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഹൃദയംഗമമായ ആശയവിനിമയം എന്നത് ആശയവിനിമയത്തിനപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ആത്മീയ നിലയെയും സന്തോഷത്തെയും പോസിറ്റീവായിട്ട് ബാധിക്കുന്നു. പിന്നീട് നമ്മൾ ഈ ഹൃദയംഗമമായ ധ്യാനത്തിൻ്റെ ഭൂരിഭാഗവും ലിസണിങ് ആണ് എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് 2 ചെവി, 2 കണ്ണ്, 1 വായും 1 ഹൃദയവും ഉള്ളതെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ മനനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുണ്ടായി. അതായത് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റു ചെവിയിൽ കൂടെ വിടുന്നതിന് പകരം നമ്മൾ ഹൃദയത്തിലൂടെ ശ്രവിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പോകും. നമ്മുടെ ഹൃദയത്തിൻ്റെ താളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം ആശയവിനിമയത്തിൻ്റെ ആ സമയം മുഴുവൻ നമ്മളെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ള ബോധം നാം നിലനിർത്തേണ്ട അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് കുടുംബ പശ്ചാത്തലത്തിൽ പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ള ബോധം നിലനിർത്താൻ ദാജി ഒരു പരിശീലനം നമ്മളോട് നിർദ്ദേശിച്ചിരുന്നു. അതായത് ഒരുമിച്ചിരുന്ന് നമ്മൾ ധ്യാനിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഭജൻ ആൻഡ് ഭോജൻ ടുഗദർ. ഇനി ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ 4 എപ്പിസോഡുകളിൽ സംസാരിച്ചത്. ഇനി ആശയവിനിമയം എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ ഒരു എക്സ്ചേഞ്ചാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനാണ്, ഒരു വ്യവഹാരമാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുന്നു, നമ്മുടെ ഉറവിടവുമായി നമ്മൾ ബന്ധപ്പെടുന്നു. അപ്പോൾ ആ ഉറവിടത്തിൻ്റെ ഗുണവിശേഷങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു. എന്തൊക്കെയാണത്? ആനന്ദം, ജ്ഞാനം, നിർഭയത്വം, സ്വാതന്ത്ര്യം, സ്നേഹം. അതിന് പുറമെ നമ്മൾ കണ്ടു കരുണ, ദയ, അനുകമ്പ, ഹൃദയം തുറന്നുള്ള ഇടപെടൽ. ഇതൊക്കെയാണ് ഗുണവിശേഷങ്ങൾ. അപ്പോൾ ഈ ഗുണവിശേഷങ്ങളുടെ എക്സ്ചേഞ്ച് ആണ് ആശയവിനിമയം എന്ന് പറയും. പ്രത്യേകിച്ചും ഹൃദയംഗമമായ ആശയവിനിമയം. അപ്പോൾ അതായത് ഒരു പോസിറ്റീവ് എനർജിയുടെ എക്സ്ചേഞ്ച് ആണ് ആശയവിനിമയം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ ഘടകം നമ്മൾ പറഞ്ഞു ആനന്ദമാണ്. അപ്പോൾ ആനന്ദത്തോടെ ധ്യാനിക്കുക, ആനന്ദത്തോടെ ആശയവിനിമയം നടത്തുക. അതുകൊണ്ട് ആനന്ദം ബ്രഹ്മേതി വിജാനാൻ എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അതായത് ബ്രഹ്മത്തിൻ്റെ, ഈശ്വരന്റെ പ്രകടമായ രൂപമാണ് ആനന്ദം. അപ്പോൾ ആനന്ദം നമ്മൾ പ്രകടമാകുന്നില്ലെങ്കിൽ ദിവ്യത്വത്തിന്റെ പ്രഭാവം നമ്മളിൽ കുറവാണെന്നർത്ഥം. അതുകൊണ്ടാണ് സച്ചിദാനന്ദം എന്നുള്ള മഹാവാക്യം ഉണ്ടായത്. സത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവ്യത്വം. ചിത്ത് എന്ന് പറഞ്ഞാലോ മനസ്സ്, ബുദ്ധി, അഹങ്കാരം അടങ്ങുന്ന ബോധം. അപ്പോൾ ദിവ്യത്വം
ബോധത്തിൽ പ്രകടമാകുമ്പോൾ അപ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാവുന്നത്. ഈ മഹാവാക്യം ജീവിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തിനു വേണ്ടി അന്വേഷിക്കുന്നുവെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ആനന്ദത്തിന്റെ ഒരു എക്സ്ചേഞ്ച് ആണ് ആശയവിനിമയം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഊർജത്തിന്റെ ഒരു എക്സ്ചേഞ്ച് ആണെന്ന്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോ വാക്കുകളിൽ കൂടിയല്ല ആശയവിനിമയം നടത്തുന്നത് വിചാരിക്കുക. ഉദാഹരണത്തിന് പാമ്പുകളെ പോലെ, അല്ലെങ്കിൽ ചില വണ്ടുകളെ പോലെ, പുഷ്പങ്ങളെ പോലെ, അല്ലെങ്കിൽ വൃക്ഷങ്ങളെ പോലെ അവയും ആശയവിനിമയം നടത്തുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വൃക്ഷങ്ങള് കാട്ടില് അതിനെ വെട്ടാൻ ഒരാൾ വരികയാണെങ്കിൽ അത് അടുത്തുള്ള വൃക്ഷത്തിന് ഈ മെസ്സേജ് പാസ് ചെയ്യും. അത് പാസ് ചെയ്യുന്നത് അതിന്റെ വേരുകളിലൂടെ ഒരു ഫംഗൽ എക്സ്ചേഞ്ച് വഴിയാണ്. അതായത് എല്ലാ ജീവജാലങ്ങളും ഊർജത്തിന്റെ വൈബ്രേഷൻസിലൂടെ ആശയവിനിമയം നടത്തുന്നു എന്നർത്ഥം. അപ്പോ ഈ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ടേബിൾ ടെന്നീസ് പോലെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് പരസ്പരം അടിക്കുന്ന രീതിയിലല്ല. പിന്നെയോ മനോഹരമായ ഒരു സംഗീതം പോലെ, ഡാൻസ് പോലെ, ഓർക്കസ്ട്ര പോലെ. ഓർക്കസ്ട്രയിൽ ഉണ്ടാവില്ല തബല, അതുപോലെ വയലിൻ, ഓർഗൻ, ഇതെല്ലാം പരസ്പരം സമഞ്ജസമായി ആശയവിനിമയം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു ഉപകരണം ഔട്ട് ഓഫ് ട്യൂണാന്ന് വിചാരിക്കുക. അപ്പോ മനോഹരമായ ഒരു സംഗീതത്തിന് പകരം നമ്മൾ കേൾക്കുന്നത് കാതടപ്പിക്കുന്ന ഒച്ചയായിരിക്കും. അതുപോലെയാണ് ആശയവിനിമയം. നമ്മള് വ്യത്യസ്തമായ ആളുകളോട് വ്യത്യസ്തമായ രീതിയിലാണ് ആശയവിനിമയം നടത്തുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ അയൽക്കാരോട് സംസാരിക്കുന്ന പോലെയല്ല നമ്മുടെ കുട്ടികളോട് സംസാരിക്കുന്നത്. അതുപോലെയല്ല ഭാര്യയോടോ ഭർത്താവിനോടോ സംസാരിക്കുന്നത്. അതുപോലെയല്ല നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നത്. അതുപോലെയല്ല നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത്. എല്ലാം വ്യത്യസ്തമാണ്. അപ്പോ നമുക്കറിയാം, സിനിമയിലൊക്കെ പല റോളുകളിൽ ഒരേ അഭിനേതാവ് അഭിനയിക്കുന്ന നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഈ റോളെല്ലാം അഭിനയിക്കുന്നത് ഇന്ന ആളാണ്. നമ്മുടെ ജീവിതത്തിൽ നോക്കൂ, എത്രമാത്രം വ്യത്യസ്തമായ റോളുകളിലാണ് നമ്മൾ ഒരു ദിവസം തന്നെ അഭിനയിക്കുന്നത്. അച്ഛനായിട്ടും അമ്മയായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും മകനായിട്ടും മകളായിട്ടും ഒക്കെ നമ്മൾ വ്യത്യസ്ത റോളുകളിൽ നമ്മൾ അഭിനയിക്കുന്നു. ചില സമയത്ത് ഈ റോളുകൾ തമ്മിൽ ക്ലാഷ് വരും. എന്തുകൊണ്ടാണത്? ചില റോളുകളായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കും, ഐഡന്റിഫിക്കേഷൻ. ചില റോള് നമുക്ക് ഇഷ്ടമല്ല. അപ്പോഴാണ് ഈ ക്ലാഷ് വരുന്നത്. ശരിക്ക് വലിയ അഭിനേതാക്കളൊന്നും കഥാപാത്രമായിട്ട് മാറില്ല. കഥാപാത്രമാണെന്ന് കാണുന്നവർക്ക് തോന്നിയാൽ മതി. അപ്പോൾ അങ്ങനെ താതാത്മ്യം പ്രാപിക്കുക. ഈ ഷേക്സ്പിയർ നാടകങ്ങളിലുണ്ട്, വാസ്തവത്തിൽ സംഭവിച്ചതാ. ഒഥല്ലോ എന്നുള്ള നാടകം, അത് അതിന്റെ അവസാനത്തെ രംഗത്തില് കഥാനായകനായിട്ടുള്ള ഒഥല്ലോ ഭാര്യയായിട്ടുള്ള ഡെസ്റ്റിമോണയെ സംശയത്തിന്റെ പേരിൽ കുത്തി കൊല്ലുന്നതാണ്. അപ്പോൾ ഈ നാടകം പല വേദികളിലും ഒരേ അഭിനേതാക്കൾ അഭിനയിക്കുന്നുണ്ട്. പ്രൊഫഷണൽ ഗ്രൂപ്പാണ് അവര്. ഒരിക്കൽ ഇതിന്റെ അവസാന രംഗത്തില് ഒഥല്ലോ എന്നുള്ള അഭിനയിക്കുന്ന ആള് ഒഥല്ലോ എന്നുള്ള കഥാപാത്രമായി മാറി ശരിക്കും ഡെസ്റ്റിമോണയെ കുത്തി. അപ്പൊ കേട്ടനിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡെസ്റ്റിമോൺ എഴുന്നേൽക്കുന്നില്ല.
ഡെസ്റ്റിമോണ മരിച്ചുപോയി. 3 മണിക്കൂർ കഴിഞ്ഞ് ഈ നാടകം മറ്റൊരു വേദിയിൽ കളിക്കേണ്ടതാണ്. ഒഥല്ലോന് എന്ത് സംഭവിച്ചു? ഒഥല്ലോ ജയിലിലേക്കാണ് പോവുക. ഡെസ്റ്റിമോണ മരിച്ചും പോയി. അപ്പൊ മൊത്തത്തിലൊരു ട്രാജഡിയായി മാറിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്നുള്ള അവബോധം നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോ ധ്യാനത്തില് നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സത്വത്തിലേക്ക് നമ്മൾ കണക്ട് ആവുന്നു ഹൃദയവുമായിട്ട്. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതാണ് ദിവ്യത്വമാണ്, ഈശ്വരനാണ്, സാക്ഷിയാണ്, പരിപൂർണ ശൂന്യതയാണ്. അപ്പൊ അതുമായിട്ട് നമുക്ക് ആ ഒരു അനുഭവവേദ്യമാവുന്ന സമയത്ത് നമുക്ക് ഏത് റോളിലും മനോഹരമായിട്ട് അഭിനയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രകടമാക്കാൻ സാധിക്കും. അപ്പോ ഈ സാക്ഷിഭാവം അല്ലെങ്കിൽ സ്നേഹഭാവം, പരിപൂർണമായിട്ടുള്ള ശൂന്യത, അതാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഒരു ശ്രോതാവാക്കുന്നത്, ആശയവിനിമയം മനോഹരമാക്കുന്നത്. അപ്പോ ഈ സാക്ഷിഭാവത്തിൽ അല്ലെങ്കിൽ പരിപൂർണമായ ശൂന്യതയിൽ നമ്മുടെ സംവേദനക്ഷമത ഉന്നതമായ അവസ്ഥയിലാണ്. അങ്ങനെ ഉന്നതമായ സംവേദനക്ഷമതയുടെ അവസ്ഥയിൽ നമ്മൾ ആശയവിനിമയം നടത്തുന്ന ആളുടെ വാക്കുകൾക്കപ്പുറം എന്താണ് ശരീരഭാഷ, എന്താണ് കണ്ണുകൾ കൂടി അദ്ദേഹം നമ്മോട് സംവേദിക്കാൻ ഉദ്ദേശിക്കുന്നത്, കൈകൾ എന്താണ് നമ്മളോട് സംവേദിക്കുന്നത്, ഹൃദയത്തിന്റെ താളം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആന്തരികമായ എംപ്റ്റിനെസ് അല്ലെങ്കിൽ ശൂന്യത, അല്ലെങ്കിൽ ഈ സാക്ഷിഭാവം, ഈ സ്നേഹഭാവം അനിവാര്യമാണ്. അതായത് മുൻവിധികളില്ലാതെ, പ്രതീക്ഷകളില്ലാതെ, ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ നമ്മൾ പരിപൂർണമായിട്ട് ശൂന്യമാവുമ്പോഴാണ് ആശയവിനിമയം ഹൃദയംഗമമാവുന്നത്. ഹാർട്ട്ഫുൾനെസ്സിൽ ഇത് താരതമ്യേന എളുപ്പം. എന്താ കാരണം? ഈ സാക്ഷിഭാവത്തെ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ നിരന്തര സ്മരണ എന്ന് പറയാം, കോൺസ്റ്റന്റ് റിമെമ്പറൻസ്. അപ്പോ നിരന്തര സ്മരണ എങ്ങനെ ഉണ്ടാവും? ധ്യാനത്തിലൂടെയാണ് നമ്മൾ നിരന്തര സ്മരണയിലേക്ക് പോകുന്നത്. നിരന്തര സ്മരണയുടെ അമ്മയാണ് ധ്യാനം. അപ്പൊ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്താ? ഏത് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴും നിരന്തര സ്മരണ, അതായത് ഹൃദയത്തിലുള്ള മാസ്റ്ററുമായി നമ്മൾ കണക്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ സ്മരണയിൽ അദ്ദേഹം തന്നെ ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിൽ ആണ് നമ്മൾ ഓരോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നത്. അപ്പോഴാണ് നമ്മൾക്ക് ആ പരിപൂർണമായിട്ടുള്ള സാക്ഷിഭാവവും സ്നേഹഭാവവും ആന്തരികമായ ശൂന്യതയും നിരന്തര സ്മരണയും നമുക്കുണ്ടാവുന്നത്. അപ്പോൾ ആശയവിനിമയം കൂടുതൽ മനോഹരമാകുന്നു. നമ്മുടെ സ്റ്റീഫൻ കോവി എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് 7 Habits of Highly Effective People. അതായത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ 7 ശീലങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിലെ ഒരു ശീലം അദ്ദേഹം പറയുന്നത്, മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം എന്ന് നമ്മൾ ശഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ നമ്മെ ആശ്വസിപ്പിക്കണമെന്ന് നമ്മൾ ശഠിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കും. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ശഠിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ സ്നേഹിക്കും. സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല.
എല്ലാവരും കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കും. അത് സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. മഹാഭാരതത്തില് ഭീഷ്മാചാര്യര് പാണ്ഡവന്മാര് കുട്ടികളായിരിക്കുമ്പോൾ അവരെ പരിശീലിപ്പിക്കുന്നവരും കണ്ടു. കുട്ടികളെല്ലാവരും പാണ്ഡവന്മാരും കൗരവന്മാരും ഒരുമിച്ചിരുന്ന് ഡിന്നറിന് ഇരിക്കുകയാണ്, അത്താഴം. അപ്പോൾ ഭീഷ്മാചാര്യ പറയാം, അവരുടെ മുത്തശ്ശൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. എന്താണ് നിർദ്ദേശം വെച്ചാൽ, ഇപ്പോൾ മുമ്പിൽ ഭക്ഷണമൊക്കെ റെഡി ആയിട്ട് കുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൈമുട്ട് മടക്കാൻ പാടില്ല, കൈമുട്ട് നിർത്തി പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികളെല്ലാവരും കയ്യിൽ ലഡു എടുത്തു. വായിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കൈമുട്ട് വളയ്ക്കാൻ പാടില്ലല്ലോ. അവർ കുറെ നേരം കഷ്ടപ്പെട്ടു. അപ്പോൾ പാണ്ഡവന്മാരില് ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനാണ് ഈ ആശയം മനസ്സിലായത്. അദ്ദേഹം ഒരു ലഡു എടുത്ത് കൈമുട്ട് വളയ്ക്കാതെ അടുത്തിരിക്കുന്ന ദുര്യോധന്റെ വായിൽ കൊണ്ടുവച്ചു. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ സന്ദേശം മനസ്സിലായി. അവരെല്ലാവരും ലഡു എടുത്ത് പരസ്പരം വായിൽ വെക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവർക്കും ഭക്ഷണം കിട്ടിയത്. ഇംഗ്ലീഷിൽ പറയും, യു കീപ് ഓൺലി വാട്ട് യു ഗിവ് അവേ. നമ്മൾ ദാനം ചെയ്യുന്നത് മാത്രമേ നമുക്ക് നിലനിർത്താൻ സാധിക്കൂ. യു ഗിവ് അവേ ലവ്, യു കീപ് ലവ്. അപ്പോ ഇത് ഹൃദയംഗവുമായ ആശയവിനിമയത്തിലും അനിവാര്യമാണ്. നമ്മൾ ബോധപൂർവം പരിശീലിക്കേണ്ടതുണ്ട്. സ്റ്റീഫൻ കോവി തുടർന്ന് പറയുന്നു, അദ്ദേഹം പറയുന്നത്, നമ്മൾ പലപ്പോഴും ആശയവിനിമയത്തിൽ ശ്രവണം അല്ലെങ്കിൽ നല്ല ശ്രോതാവുക അല്ലെങ്കിൽ ലിസണിങ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിന് അപ്പുറം പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രവണം ശീലമാക്കേണ്ടത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രതികരിക്കണം എന്നുള്ള ഐഡിയയോടുകൂടി ആവരുത്. ഇന്റൻഷൻ ഈസ് ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് ടു റെസ്പോണ്ട്. അങ്ങനെയാകുമ്പോ എന്ത് സംഭവിക്കും? നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഹൃദയംഗവുമായിട്ടുള്ള എക്സ്ചേഞ്ച് നടക്കും. നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് എക്സ്ചേഞ്ചിന്റെ അല്ലെങ്കിൽ ആനന്ദത്തിന്റെ എക്സ്ചേഞ്ച് ആയിരിക്കും അപ്പം നടക്കുക. ആ സമയത്ത് ആശയവിനിമയം മനോഹരമാകും. അപ്പോ പ്രതികരിക്കാൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ആശയവിനിമയം മനോഹരമായിരിക്കും. ഇനി ഇതാണ് എംപ്റ്റിനെസ് അല്ലെങ്കിൽ സാക്ഷിഭാവം അല്ലെങ്കിൽ സ്നേഹഭാവം, നിരന്തര സ്മരണ എന്ന് പറയുന്നത്. അത് ഹൃദയംഗവുമായ ആശയവിനിമയത്തിലെ അനിവാര്യ ഘടകമാണ്. നമ്മളത് ബോധപൂർവം പരിശീലിക്കേണ്ടിയിരിക്കും. ഇനി ഈ ഹൃദയംഗവുമായ ആശയവിനിമയത്തിന് അപകടത്തിലാക്കുന്ന ചില വസ്തുതകൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു. സർക്യൂട്ട് ബ്രേക്കേഴ്സ്. സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ നമുക്കൊന്ന് നോക്കാം. എന്താണ് സർക്യൂട്ട് ബ്രേക്കർ? നമ്മൾ സൂചിപ്പിച്ചപ്പോൾ നമ്മളൊരു എയർ കണ്ടീഷൻ റൂമിൽ ഇരിക്കുകയാണ്. റൂം നമ്മൾ എൻജോയ് ചെയ്യുന്നു, മനോഹരമായ റൂം, എയർ കണ്ടീഷൻ നമ്മൾ എൻജോയ് ചെയ്യുന്നു. പെട്ടെന്ന് ഫ്യൂസ് പോയി, പിന്നെ നമുക്ക് ആ റൂം ആസ്വദിക്കാൻ സാധ്യമല്ല, അല്ലേ? അപ്പോ അതാണ് സർക്യൂട്ട് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആശയവിനിമയത്തിലെ സർക്യൂട്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ നമ്മളോട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക, നമ്മളെ കേൾക്കുന്നതിന് പകരം പരിപൂർണമായിട്ടുള്ള ശൂന്യമായി നമ്മുടെ ആന്തരിക നില വെച്ചുകൊണ്ട് കേൾക്കുന്നതിന് പകരം നമ്മൾ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ, അതോടുകൂടി ആശയവിനിമയം അപകടത്തിലാവും. നമ്മളോട് പറയുന്ന ആളുടെ ഹൃദയം മുറിവേൽക്കും, സർക്യൂട്ട് ബ്രേക്ക് ആവും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരാള് പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, പെട്ടെന്ന് നമ്മൾ ഇടയ്ക്ക് കയറി പറയാ, ഓ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായി, എന്നിട്ട് നമ്മുടെ അനുഭവം നമ്മൾ വിശദീകരിക്കാൻ തുടങ്ങും.
അപ്പൊ എന്താ സംഭവിക്കുക? പറയുന്ന ആള് നിർത്തും. അയാളുടെ ഹൃദയം മുറിവേറ്റു, സർക്യൂട്ട് ബ്രേക്കായി. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് സർക്യൂട്ട് ബ്രേക്കർ. മറ്റൊരു സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ചോദിക്കാതെ ഉപദേശങ്ങൾ നൽകുക ഇടയ്ക്കിടയ്ക്ക്. ലാലാജി മഹാരാജ് പറയും, ആവർത്തിച്ച് ആവശ്യപ്പെട്ടാലല്ലാതെ ഉപദേശം കൊടുക്കാൻ പാടില്ല എന്നാണ് ലാലാജി മഹാരാജ് ഹാർട്ട്ഫുൾനെസിന്റെ ആദി ഗുരുവിന്റെ നമുക്കുള്ള ഉപദേശം. അപ്പോ അദ്ദേഹം പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഒരു ദൗർബല്യം നമ്മൾ കാണാൻ നിൽക്കുക, ഒരു വീക്ക്നെസ്. അപ്പൊ അത് അവരോട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് പകരം ആ ദൗർബല്യത്തിൽ നിന്ന് അവർക്ക് മോചനം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അത് ഉപദേശമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ചോദിക്കാതെയുള്ള ഉപദേശങ്ങള് സർക്യൂട്ട് ബ്രേക്കറായിട്ട് വരും. ഇനി മറ്റൊരു സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് നോക്കാം. നമ്മൾ ഒരാള് ദുഃഖിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ബേജാറായിരിക്കുക, അല്ലെങ്കിൽ ഭയപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ദേഷ്യം വന്നിരിക്കുക നിൽക്കുക. അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ഡോണ്ട് വറി, ഭയപ്പെടണ്ട, ബേജാറാവണ്ട, സങ്കടപ്പെടണ്ട, ദേഷ്യപ്പെടണ്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതെല്ലാം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്. എന്തുകൊണ്ടാ? ഒരാള് അസ്വസ്ഥനായിട്ടിരിക്കുന്നു, സങ്കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭയപ്പെട്ടിരിക്കുന്നു. ഈ ശക്തമായ ഫീലിങ്ങുകളെ നമ്മുടെ ഈ ഒറ്റ വാക്കുകൊണ്ട് നീക്കം ചെയ്യാമെന്നുള്ള വ്യാമോഹത്തിലാണ് നമ്മൾ. അത് സാധ്യമല്ല. അതുകൊണ്ട് ഡോണ്ട് വറി, ഡോണ്ട് ബി അഫ്രൈഡ്, ഡോണ്ട് ബി സാഡ്, ഇത്തരം വാക്കുകൾ നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പ്രയോഗിക്കുന്നതെങ്കിലും അത് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആയിട്ട് വരും. ഇനി വേറൊരു സാഹചര്യം നോക്കാം. ഒരു അമ്മ, അവരുടെ 2 കുട്ടികളാണ് അവർക്ക്. അത് ഇരട്ട കുട്ടികളാ. അതിലൊരു കുട്ടി പെട്ടെന്ന് അസുഖം ബാധിച്ച് മരിച്ചുപോയി. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരൊരു സുഹൃത്ത് വരാം. അപ്പൊ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവര് ഇങ്ങനെ പറയാന്ന് വിചാരിക്കുക, സുഹൃത്ത്, വളരെ ദൗർഭാഗ്യകരമായിപ്പോയി ഈ അവസ്ഥ, എങ്കിലും ചുരുങ്ങിയത് ഒരു കുട്ടിയെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം എന്ന് പറഞ്ഞു നോക്കിയ എന്താണ് സംഭവിക്കുക? ആശ്വസിപ്പിക്കുന്നതിന് പകരം ഈ അമ്മ അവരുടെ ഏകാന്തത കൂടുതൽ ശക്തമാവും, ദുഃഖം കൂടുതൽ ശക്തമാവും. അവർക്ക് തോന്നുന്ന അവരുടെ ഏകാന്തതയിൽ അവർ വീണ്ടും ഒറ്റയ്ക്കായി അല്ലെ. അപ്പൊ നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഈ വാക്കുകൾ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാണ്. ഇപ്പൊ സോളമൻ എന്ന് പറയുന്ന രാജാവിന്റെ ഒരു കഥയുണ്ട്. നീതിമാനായ രാജാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാജ്യസദസ്സിലേക്ക് 2 സ്ത്രീകൾ ഓടിക്കയറി വന്നു ഒരു ദിവസം, നീതിക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്, ഒരാളുടെ കയ്യിൽ. അവരുടെ പരാതി എന്താന്ന് വെച്ചാൽ, ഒരു സ്ത്രീ പറയാണ്, ഈ കുഞ്ഞ് എന്റെയാണ്, ഈ സ്ത്രീ എന്നിൽ നിന്ന് തട്ടിയെടുത്തതാണ്. മറ്റേ സ്ത്രീ പറയും, ഈ കുഞ്ഞ് എന്റെയാണ്, ഈ സ്ത്രീയാണ് എന്നിൽ നിന്ന് കുട്ടിയെ തട്ടിയെടുത്തത് എന്ന് പറഞ്ഞിട്ട് ഇതില് ഞങ്ങൾക്ക് നീതി വേണം എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ സോളമന്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ചു നേരം ഇവരുടെ തർക്കം കേട്ടിട്ട് രാജാവ് പറഞ്ഞു, സേനാനായകനെ വിളിച്ചു, കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, ഇനി ഒരു കാര്യം ചെയ്യാം, ഈ കുട്ടിയെ 2ആയി മുറിച്ച് 2 പേർക്കും ഓരോ കഷ്ണം കൊടുത്തു. ഇത് കേട്ട ഉടനെ എന്റെ ശരിക്കുള്ള അമ്മ വന്നിട്ട് പറഞ്ഞു, വേണ്ട, കുട്ടിയെ മറ്റേ ആൾക്ക് കൊടുത്തോളൂ, ആ സ്ത്രീക്ക് കൊടുത്തോളൂ, എനിക്ക് കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സോളമൻ മനസ്സിലായി ആരാണ് ശരിക്കുള്ള. അപ്പൊ ശരിക്കുള്ള അമ്മയ്ക്ക് കുഞ്ഞിനെ കൊടുത്തു. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയും, ഹാഫ് ബ്രെഡ് ഈസ് ബെറ്റർ ദൻ നോ ബ്രെഡ് എന്ന് പറയും. പകുതി ബ്രെഡ് ഒട്ടും ബ്രെഡ് ഇല്ലാതിരിക്കണേക്കാൾ നല്ലതല്ലേ. പക്ഷെ ഹാഫ് ബേബിയോ ഇസ് വേഴ്സ് ദാൻ നോ ബേബി അല്ലേ. പകുതി ബേബി എന്ന് പറഞ്ഞാൽ കുട്ടി ഇല്ലാത്തതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ്.
അപ്പൊ അതുപോലത്തെ ഒരു സാഹചര്യമാണത്. അപ്പൊ അത് സർക്യൂട്ട് ബ്രേക്ക് നമ്മൾ ആശ്വസിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രയോഗിക്കുന്നെങ്കിലും അത് സർക്യൂട്ട് ബ്രേക്കറായിട്ട് ആണ് കലാശിക്കുന്നത്. ഇനി നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ഒരു ട്രെയിനർ, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. അദ്ദേഹം പറഞ്ഞതാ, അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലില് റിസപ്ഷനിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, കംപ്ലൈന്റ് ബോക്സ് നമ്മൾ പറയില്ലേ, പരാതികളും അതുപോലെ നിർദ്ദേശങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് വെക്കില്ല. അപ്പൊ അദ്ദേഹം പറയണ ആ ബോക്സിൽ ഒരു മാസം കിട്ടുന്ന പരാതികളിൽ 95% ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ സാങ്കേതിക വിദ്യയെ കുറിച്ചോ അല്ല. ഒരേ ഒരു കംപ്ലൈന്റ് ആണ് 95%. അതായത് ഇവിടുത്തെ ഡോക്ടർമാരും അതുപോലെ മറ്റ് സ്റ്റാഫും രോഗികളും അവരുടെ കൂടെ നിൽക്കുന്നവരും പറയുന്നത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് ബഹുഭൂരിപക്ഷം പരാതി. അപ്പോ ദാജി അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ കഥ പറയാറുണ്ട്. ആക്ച്വലായിട്ട് സംഭവിച്ച, അദ്ദേഹം ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അടുത്ത സുഹൃത്ത് കാണാൻ വന്നു. അപ്പൊ ദാജി അദ്ദേഹത്തിന്റെ റൂമിൽ ഉണ്ടായിരുന്നില്ല, പുറത്തു പോയിരിക്കുകയും. അപ്പൊ ഈ സുഹൃത്ത് അവിടെ ഒരു കത്ത് എഴുതി വെച്ചു, ഞാൻ അങ്ങയെ കാണാൻ വന്നതാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയോട് ചർച്ച ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അങ്ങ് റൂമിലുണ്ടായിരുന്നില്ല, ഞാൻ തിരിച്ചു പോവാണ്, അടുത്ത് തന്നെ ഞാൻ വന്ന് കാണുന്നതായിരിക്കും എന്നാണ് ആ കത്തിൽ എഴുതി. ആ കത്ത് എഴുതി റൂമിൽ വെച്ചിട്ട് അദ്ദേഹം പോയി. ഒരാഴ്ചക്ക് ശേഷം ദാജിക്ക് ഒരു മെസ്സേജ് കിട്ടി, ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. ദാജി പറയും, ഇപ്പോഴും ഒരു ദുഃഖമായിട്ട് എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ഇതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അഥവാ ഞാൻ അദ്ദേഹത്തിനെ അന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല. അപ്പൊ അദ്ദേഹം പറയണത്, നമ്മൾ ആഴത്തിൽ ഒരാൾ പറയുന്നത് ശ്രവിക്കുകയാണെങ്കിൽ, നല്ലൊരു ശ്രോതാവാണെങ്കിൽ, പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അവരുടെ മുദ്രകളിൽ നിന്ന് അല്ലെങ്കിൽ സംസ്കാരങ്ങളിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോ ആഴത്തിലുള്ള ശ്രവണത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന്. ഇനി നമ്മള് ഒരു മരണം നടന്ന വീട്ടിൽ പോയി നിൽക്കുക, നമ്മളൊന്നും സംസാരിക്കേണ്ടതില്ല, സൈലന്റ് ആയിട്ട് എംപ്റ്റി ആയിട്ട് നമ്മളെ സാന്നിധ്യം മാത്രം അവിടെ വേണ്ടു. ശവസംസ്കാരം കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോകുന്നു. എല്ലാ ദിവസവും ആ വീട് വിസിറ്റ് ചെയ്യുക, കുറച്ചു നേരം അവിടെ ഇരിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ആന്തരികമായിട്ടുള്ള എംപ്റ്റിനെസ് അല്ലെങ്കിൽ ശൂന്യതയിൽ ഒന്നും സംസാരിക്കേണ്ടതില്ല. അത്രയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ആ ശൂന്യതയിൽ, സാക്ഷിഭാവത്തിലാണ് യഥാർത്ഥത്തില് ശ്രവണം സംഭവിക്കുന്നത്, ആശയവിനിമയം സംഭവിക്കുന്നത്. ഈ ദാജി മറ്റൊരു കാര്യം പറയാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്ത. അദ്ദേഹം പറയും, ലിസൺ എന്നുള്ള വാക്ക്, LISTEN, ലിസൺ എന്നല്ലേ വാക്ക്, സൈലന്റ് എന്നുള്ള വാക്ക്, രണ്ടിനും ഒരേ സ്പെല്ലിംഗ് ആണ്. സൈലന്റ് ആൻഡ് ലിസൺ രണ്ടും ഒരേ സ്പെല്ലിങ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ അത് കാണിക്കുന്നത് ആന്തരികമായിട്ടുള്ള നമ്മൾ പരിപൂർണമായിട്ട് നിശബ്ദത അല്ലെങ്കിൽ ശൂന്യത, അതിലാണ് ആക്റ്റീവായിട്ടുള്ള ലിസണിങ് അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ശ്രവണം സംഭവിക്കുന്നത്. അതാണ് ആശയവിനിമയത്തിന്റെ ഭൂരിഭാഗവും ഈ ശ്രവണത്തിലാണ്. ഇനി അപ്പൊ നമ്മളിന്ന് പറഞ്ഞു വന്നത് ആഴത്തിലുള്ള ശ്രവണവും അതിനെ അപകടത്തിലാക്കുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സുമാണ്. ദാജി ഇത് രണ്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹം ഈ ആഴ്ചയ്ക്ക് ഒരു പ്രാക്ടീസ് നമ്മളോട് നിർദ്ദേശിക്കുന്നു. അതെന്താന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, ഹാർട്ട്ഫുൾനെസ്സിലെ രാവിലെയുള്ള ധ്യാനം, ആ ധ്യാനത്തിന് മുമ്പുള്ള പ്രാർത്ഥന. അപ്പൊ അദ്ദേഹം പറയും, ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ആ ധ്യാനത്തിന് മുമ്പുള്ള പ്രാർത്ഥനയിലാണ്. നമ്മൾ സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഹാർട്ട്ഫുൾനെസ്സിലെ പ്രെയർ നമ്മൾ ഉള്ളില് പറയുക, അതിൻ്റെ അർത്ഥത്തിൽ ധ്യാനിച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് പ്രവേശിക്കും.
ധ്യാനം കംപ്ലീറ്റ് ചെയ്യുക. ആ പ്രാർത്ഥനാ ധ്യാനത്തിൻ്റെ അവസ്ഥ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ നിലനിർത്തുക. ആശയവിനിമയം നടത്തുന്ന സമയത്ത് ഈ പ്രാർത്ഥനാ നിർഭരമായ അവസ്ഥ, ആന്തരികമായ ശൂന്യത, അതോടൊപ്പം ആ സാക്ഷിഭാവം, സ്നേഹഭാവം, ഇത് നമ്മൾ നിലനിർത്തുമ്പോൾ നമ്മുടെ ആശയവിനിമയം അന്നേ ദിവസം ഹൃദയംഗമമാവുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരാഴ്ചയിൽ നമ്മൾ ഈ പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലത്തെ ധ്യാനം ചെയ്ത് നമ്മുടെ ആശയവിനിമയത്തിൽ അതെങ്ങനെ അതിൻ്റെ പ്രഭാവം വരുന്നു എന്ന് പരിശോധിക്കാം. ഈ ഹൃദയംഗമമായ ആശയവിനിമയത്തിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കടക്കുന്നതായിരിക്കും. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച് അങ്കിൾ. ഇന്ന് അങ്കിൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ് ആഴത്തിലുള്ള ശ്രവണം എന്നുള്ളതിനെ കുറിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു പ്രത്യേക റിക്വസ്റ്റിന്റെ പുറത്താണ് നമ്മൾ അങ്കിളിനെ കുറിച്ച് വീണ്ടും കൂടുതൽ ആഴത്തിൽ ഡിസ്കസ് ചെയ്യുണ്ടായത്. അതുപോലെ തന്നെ എന്താണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, കോൺവെർസേഷനിൽ വരുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ചും അങ്കിൾ ഡിസ്കസ് ചെയ്യുണ്ടായി. സോ താങ്ക് യു സോ മച്ച് അങ്കിൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2-3 എപ്പിസോഡിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് സെഷൻസും കൂടെയാണ് ഇതിലൂടെ കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലേ. അതായത് ഹാർട്ട്ഫുൾനെസ് പ്രയറിലൂടെ ധ്യാനിച്ച് ആ സ്റ്റേറ്റിലൂടെ എങ്ങനെ കോൺവെർസേഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകാന്നുള്ളതും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വർത്തമാനം പറയുക മാത്രമല്ല, പക്ഷെ ആഴത്തിലുള്ള ശ്രവണവും കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനവും നമുക്ക് ഇന്നത്തെ സെഷനിലൂടെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. ഇനി വരുന്നതിൽ നമുക്കറിയുന്ന പോലെ തന്നെ നമ്മൾ ധ്യാനത്തിലേക്കാണ് കിടക്കുന്നത്. സോ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യത്തിനും ഒന്നും കൂടെ നന്ദി പറയുന്നു അങ്കിൾ. താങ്ക് യു. നമ്മളിത് കഴിഞ്ഞിട്ട് ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഓഫ്ലൈനായിട്ട് പോകും. ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കേൾക്കുന്ന എല്ലാവർക്കും എന്താണ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. കണ്ണുകൾ വളരെ മൃദുലമായി അടച്ച് നമ്മുടെ ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതുമായി അനുഭവിക്കുക. ആ പ്രകാശത്തിൻ്റെ ശാന്തിയിലും സ്നേഹത്തിലും ഒഴുകി ധ്യാനം തുടരുക. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ തിരിച്ച് നമ്മളെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുക, നമ്മൾ ധ്യാനിക്കുകയാണ് എന്ന്. അതേപോലെ തിരിച്ച് ഹൃദയത്തിലേക്ക്, ആ ദിവ്യപ്രകാശത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഇങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം. സത്സംഗം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. താങ്ക് യു. നമസ്കാരം. നമസ്കാരം.